നോമ്പിന്റെ നിയ്യത്തിൽ നിർബന്ധമുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് അവിടെ ഷർത്തായ കാര്യങ്ങളുണ്ട്. ഒന്ന് അത്തബീതു, രാപ്പാർപ്പിക്കുക. നോമ്പിന്റെ നിയ്യത്ത് നമ്മൾ രാത്രിയിൽ വെക്കണം. രാത്രി എന്ന് പറയുമ്പോൾ മഗ്രിബിന്റെയും സുബ്ഹിയുടെയും ഇടയിലുള്ള സമയം. മഗ്രിബിന്റെയും സുബ്ഹിയുടെയും ഇടയിലുള്ള സമയത്താണ് നമ്മുടെ നിയ്യത്ത് ഉണ്ടാവേണ്ടത്. രാത്രിയിലാവൽ നിർബന്ധമാണ്. ഫർള് നോമ്പാണെങ്കിൽ അതിന്റെ നിയ്യത്ത് രാത്രിയിലാവണം. അത് നിബന്ധനയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഗ്രിബിന്റെയും സുബ്ഹിന്റെയും ഇടയിലാണ് നിയ്യത്ത് ഉണ്ടാവേണ്ടത്. ഇനി സുന്നത്ത് നോമ്പാണെങ്കിലോ, ഇനി റമദാൻ കഴിഞ്ഞാൽ ശവ്വാലിൽ 6 ദിവസം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. അതേ പ്രകാരം പിന്നെ അടുത്ത മാസം ദുൽഹിജ്ജ മാസത്തിൽ അറഫ ദിവസം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ദുൽഹിജ്ജ 1 മുതൽ 8 വരെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. മുഹറം 9, 10 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. എല്ലാ തിങ്കളാഴ്ചയും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. വ്യാഴാഴ്ച സുന്നത്താണ്. ഇങ്ങനെ തുടങ്ങി കുറെ സുന്നത്തായ നോമ്പുകളുണ്ട്. സുന്നത്തായ നോമ്പുകൾക്ക് എപ്പോഴാണ് നമ്മൾ നിയ്യത്ത് ചെയ്യേണ്ടത്? സുന്നത്തായ നോമ്പുകൾക്ക് രാത്രിയിൽ തന്നെ ചെയ്യണം. പക്ഷേ അവിടെ ഒരു വിട്ടുവീഴ്ച ഒന്ന് അധികമുണ്ട്. ഉച്ചന്റെ മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. ഉച്ചന്റെ മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. പക്ഷേ അവിടെ നിബന്ധനയുണ്ട്. സുബ്ഹി മുതൽ നിയ്യത്ത് ചെയ്യുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ഉദാഹരണം പറയാ, ശവ്വാല് മാസാണ്. ശവ്വാല് മാസത്തിലെ 6 നോമ്പ് സുന്നത്താണ്. ഒരാൾ നോറ്റിട്ടില്ല. അങ്ങനെയാണ് ഒരു ദിവസം അദ്ദേഹം സുബ്ഹിക്കൊക്കെ എഴുന്നേറ്റു, സുബ്ഹി കഴിഞ്ഞു, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. 8 മണിയായി അല്ലെ 10 മണിയായി. ആ സമയത്ത് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുക, ഇന്ന് ഞാനങ്ങ് നോമ്പ് പറ്റാലോ, എന്നാ വേഗം നിയ്യത്ത് ചെയ്താൽ മതി. അപ്പൊ സുന്നത്ത് നോമ്പാണെങ്കിൽ ഉച്ചയുടെ മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. ഫർള് നോമ്പാണെങ്കിൽ അവിടെ നിയ്യത്ത് രാത്രിയിലാവൽ നിർബന്ധമാണ്. അപ്പൊ രാപ്പാർപ്പിക്കണം. നിയ്യത്ത് രാത്രിയിലാവണം. അത് നിർബന്ധമാണ്. അതേ പ്രകാരം തന്നെ നിജപ്പെടുത്തണം. നിജപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? റമദാനിലെ നോമ്പ്, ഈ ഫർള് നോമ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും. ഫർള് നോമ്പാകേല് റമദാൻ മാസത്തിലത്തെ അല്ലേ ഫർള് നോമ്പുള്ളൂ എന്നുള്ളൊരു ധാരണ ചില ആളുകൾക്ക് ഉണ്ടാവും. അത് മാത്രല്ല, ഒരാള് നോമ്പ് നേർച്ചയാക്കി, അതും ഫർള് തന്നെ. ഒരാള് നോമ്പ് നേർച്ചയാക്കിയാൽ അത് ഫർളാണ്. അല്ലെങ്കിൽ കഫാറത്ത് ഉണ്ടാവും. കഫാറത്ത് ഉണ്ടെങ്കിൽ ആ നോമ്പ് ഫർളാണ്. എങ്ങനെയാ കഫാറത്ത് ഉണ്ടാകുക? ഒരു ഉദാഹരണം പറയാം. ഒരാൾ റമദാൻ മാസം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു. എന്നാൽ അത് കാരണം ഇവൻ ഇസ്ലാമിക നിയമം അനുസരിച്ച് അവിടെ കഫാറത്ത് നിർബന്ധമാണ്. എന്താണ് കഫാറത്ത്? ഒരടിമയെ മോചിപ്പിക്കുക. അത് ഇന്ന് സാധ്യമല്ലല്ലോ. ഒരടിമയെ മോചിപ്പിക്കൽ സാധ്യമല്ല. അപ്പൊ എന്ത് ചെയ്യണം? 60 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. ഷഹ്റൈനി മുതതാബിഐനി, തുടർച്ചയായി 60 ദിവസം നോമ്പനുഷ്ഠിക്കുക. അടിമയെ മോചിപ്പിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് തുടർച്ചയായി 60 ദിവസം നോമ്പനുഷ്ഠിക്കുക. ഇനി അതിന് കഴിയുന്നില്ല എങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക. ഇതാണ് കഫാറത്ത്. അപ്പൊ അവിടെ അടിമയെ മോചിപ്പിക്കൽ സാധ്യമല്ല, അതുകൊണ്ട് 60 നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞു. ഈ നോമ്പൊക്കെ ഫർളായ നോമ്പാണ്. അവിടെയും നിയ്യത്ത് രാത്രിയിലാവണം. നിയ്യത്ത് രാത്രിയിലാവൽ നിർബന്ധമാണ്. അതേ പ്രകാരം തന്നെ നിജപ്പെടുത്തുകയും വേണം. ഞാൻ എന്താ കഫാറത്ത് നോമ്പ് നോൽക്കുകയാണ്, അല്ലെ നേർച്ചയാണ്, ഞാൻ നേർച്ച നോമ്പ് നോൽക്കുകയാണ്, അല്ലെ റമദാൻ മാസത്തിലെ നോമ്പ് നോൽക്കുകയാണ് എന്നിങ്ങനെ നിയ്യത്ത് ചെയ്യുമ്പോ അവിടെ തഴീന് നിർബന്ധമാണ്. അപ്പൊ നോമ്പിന്റെ ഏറ്റവും ചുരുങ്ങിയ നിയ്യത്ത് ഇപ്പൊ എങ്ങനെയാ? നവൈതു സൗമ റമദാന. നിയ്യത്തിൽ വെച്ച് ഏറ്റവും ഷോർട്ടായത് നവൈതു സൗമ റമദാന, റമദാൻ മാസത്തിലെ നോമ്പിനെ ഞാൻ കരുതി. അതാണ് ഏറ്റവും ഷോർട്ടായ നിയ്യത്ത്.
സാധാരണ നമ്മൾ വെക്കുന്ന നിയ്യത്ത് നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല എന്നാണല്ലോ നമ്മൾ നിയ്യത്ത് ചെയ്യാറുള്ളത്. എന്നാൽ നിയ്യത്തിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് നവൈതു സൗമ റമളാന, നവൈതു ഞാൻ കരുതി, സൗമ റമളാന റമളാൻ മാസത്തിലെ നോമ്പിനെ ഞാൻ കരുതി എന്ന് പറയുക. അതാണ് ഏറ്റവും ഷോർട്ടായ നിയ്യത്ത്. അപ്പൊ അവിടെ എന്ത് വന്നു? തഴീന് നിജപ്പെടുത്തൽ വന്നില്ലേ? സൗമ റമളാന, റമളാൻ മാസത്തിലെ നോമ്പ് എന്ന് അവിടെ നിജപ്പെടുത്തൽ വന്നു. അപ്പൊ നോമ്പ് അനുഷ്ഠിക്കുമ്പോ നിയ്യത്ത് ഇങ്ങനെ ചെയ്യണം, നവൈതു സൗമ റമളാന, ഏറ്റവും ചുരുങ്ങിയതായ നിയ്യത്താണത്. അപ്പൊ നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് രാത്രിയിലാവണം, മറ്റൊന്ന് നിജപ്പെടുത്തണം. അപ്പൊ ഒരാള് നിയ്യത്ത് ചെയ്തു, ഫലൗ ശക്ക, അദ്ദേഹം സംശയിച്ചു, ഹൽ വഖഅത്ത് ഖബ്ലൽ ഫജ്രി ഔ ബഅദഹു, ഞാൻ നിയ്യത്ത് വെച്ചത് സുബഹിന്റെ മുമ്പാണോ അതല്ല ശേഷമാണോ? ഒരാൾക്ക് സംശയം, ഞാൻ നിയ്യത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിയ്യത്ത് ചെയ്തത് സുബഹിയുടെ മുമ്പാണോ അതല്ല ശേഷമാണോ എന്ന് സംശയിച്ചാൽ ലം യസിഹ, അദ്ദേഹത്തിന്റെ നിയ്യത്ത് സഹീഹാവുകയില്ല, അദ്ദേഹത്തിന്റെ നോമ്പ് സഹീഹാവുകയില്ല. ഏതിനെതിരായിട്ട്? ബിഖിലാഫി മാ ലൗ നവ സുമ്മ ശക്ക ഹൽ തലഅൽ ഫജ്റു ഔലാ, ഒരാള് നോമ്പിന് നിയ്യത്ത് ചെയ്തു, പിന്നീട് സംശയിച്ചു, എപ്പോഴാണ്? ഹൽ തലഅൽ ഫജ്റു, ഫജ്ർ വെളിവായിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചു, അതിനെതിരായിട്ട്. ഇത് രണ്ടും തമ്മിൽ എന്താ മാറ്റം? ഒരാൾ നിയ്യത്ത് ചെയ്തു, ആദ്യത്തെ നിയ്യത്ത് ചെയ്തു, എന്നിട്ട് നിയ്യത്ത് ചെയ്തത് എപ്പോഴാണ്? സുബഹിന്റെ മുമ്പാണോ അതല്ല ശേഷമാണോ എന്ന് സംശയിച്ചു. രണ്ടാമത്തടുത്ത് നിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ അദ്ദേഹത്തിന് സംശയമാണ്, സൂര്യൻ ഉദിച്ചോ അല്ലെങ്കിൽ ഫജ്ർ വെളിവായോ വെളിവായിട്ടില്ലേ എന്ന സംശയമാണ്. എന്നാൽ അവിടെ നോമ്പിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിയ്യത്ത് രാത്രിയിലാവൽ നിർബന്ധമാണ്. ഇനി നമ്മളോട് ഒരാളോട് നിയ്യത്ത് മറന്നുപോയി എന്നാ എന്ത് ചെയ്യണം? ഒരു വീട്ടിൽ നിന്ന് ഒരാള് പറഞ്ഞ് ഭാര്യയോട് പറയാ, അല്ലാ, ഇന്നലെ ഞാൻ പള്ളിന്ന് തറാവി കഴിഞ്ഞ് വിത്തറിന് നിൽക്കാതെ അങ്ങ് പോന്നതാ, എന്നോട് നിയ്യത്ത് ചെയ്യാൻ മറന്നു വയ്ക്കിട്ടോ. എപ്പോഴാ? ഒരു 10 മണിയായ സമയത്ത്, രാവിലെ ഒരു 10 മണി 11 മണിയായ സമയത്താ പറയുന്നത്, എന്നോട് ഇന്നലെ നിയ്യത്ത് വെക്കാൻ മറന്നു വയ്ക്കി. എന്നാ എന്ത് ചെയ്യും? അപ്പൊ നിയ്യത്ത് ചെയ്യാൻ മറന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തായാലും നിയ്യത്തില്ലല്ലോ, അതുകൊണ്ട് നോമ്പ് കിട്ടൂല, വേഗം ഭക്ഷണം കഴിക്കുക. അത് പറ്റുമോ? അത് പറ്റൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരാളോട് നിയ്യത്ത് ചെയ്യാൻ മറന്നാൽ പിറ്റേ ദിവസം 10 മണിയായ സമയത്താണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്, ഞാൻ നിയ്യത്ത് ചെയ്തിട്ടില്ലല്ലോ, എന്നാൽ വേഗം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യുക, അതൊരിക്കലും പാടില്ല. പിന്നെ അവൻ ചെയ്യേണ്ടത് ഇംസാക്ക്, നോമ്പുകാരനെ പോലെ കഴിയൽ നിർബന്ധമാണ്. പിന്നെ ഒരു ദിവസം റമദാൻ കഴിഞ്ഞതിന് ശേഷം ഈ നോമ്പ് ഖളാ വീട്ടലും നിർബന്ധമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാളോട് നിയ്യത്ത് ചെയ്യാൻ മറന്നു, നിയ്യത്ത് ചെയ്യാൻ മറന്നാൽ അദ്ദേഹത്തിന് ഇംസാക്ക് നിർബന്ധമാണ്. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ നോമ്പുകാരനെ പോലെ കഴിയുക. യഥാർത്ഥത്തിൽ നിയ്യത്തില്ലാത്തത് കൊണ്ട് നോമ്പുകാരനല്ല, പക്ഷെ നോമ്പുകാരനെ പോലെ കഴിയുക, ഓന് ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെയോ റമദാനിന് ശേഷം ഈ നോമ്പ് ഒരു ദിവസം ഖളാ വീട്ടുകയും വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി സുന്നത്ത് നോമ്പാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, വസൗമു തതവ്വുഇ, സുന്നത്ത് നോമ്പ്, വലൗ മുഅക്കത്തൻ, അത് സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നോമ്പാ. അതായത് അറഫ, തിങ്കളാഴ്ച, അല്ലെങ്കിൽ മുഹറം 10, ഇങ്ങനൊക്കെ സമയം നിർണയിക്കപ്പെട്ടതായ സുന്നത്ത് നോമ്പാ. എന്നാലും യക്ഫി ഫീഹി നിയ്യത്തു ഖബ്ല സവാലി, അവിടെ ഉച്ചന്റെ മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. അവിടെ ഉച്ചന്റെ മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. പക്ഷേ ബിശർത്തിൽ ഇംസാ അനിൽ മുഫത്തിറാത്തി മിനൽ ഫജ്രി, ഫജ്ർ മുതൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും അവനിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല.
ഫജ്ർ മുതൽ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും അവനിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന നിബന്ധനയോടുകൂടി. ലാക്കിനിൽ ഔല, എങ്കിലും അവിടെയും ഉത്തമം അത്തബീതു വത്തഈനു ഫീഹി ഐലൻ, അവിടെയും രാത്രിയിലാവണം, അവിടെയും നിജപ്പെടുത്തണം. അത് തന്നെയാണ് ഉത്തമം. എങ്കിലും സുന്നത്ത് നോമ്പാവുമ്പോൾ അവിടെ ഒരു വിട്ടുവീഴ്ചയാണ്. നിങ്ങൾ ഉച്ചന്റെ മുമ്പായി നിയ്യത്ത് ചെയ്താലും മതി. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫർള് നോമ്പിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പുരുഷന്മാരായ ആളുകളൊക്കെ പലരും പള്ളിയിൽ പോകുകയല്ലേ ജമാഅത്തിനൊക്കെ. അപ്പോ തറാവീഹ് കഴിഞ്ഞു, അല്ലെങ്കിൽ വിത്ർ കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ വെച്ച് ഖതീബ് അവർകൾ, ഇമാം അവർകൾ നമ്മൾക്ക് ചൊല്ലിത്തരും നവൈത്തു. അപ്പൊ നമ്മൾ ഏറ്റു ചെല്ലും നവൈത്തു. സൗമഗദിൻ സൗമഗദിൻ എന്നേറ്റ് ചെല്ലും. അങ്ങനെ മതിയോ? അങ്ങനെ മതിയാകുമോ? പോരാ. നിയ്യത്ത് നമ്മുടെ ഹൃദയത്തിലാണ് വേണ്ടത്. ഖതീബ് ചൊല്ലിത്തരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇമാം അവർകൾ ചൊല്ലിത്തരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നിയ്യത്ത് ഉണ്ടാവണം. ഞാൻ നാളെ നോമ്പ് വെൽക്കാൻ കരുതി, ചുരുങ്ങിയ രൂപം ഞാൻ നാളെ നോമ്പ് അനുഷ്ഠിക്കാൻ കരുതി എന്ന് മനസ്സിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പ് നോമ്പാവുകയുള്ളൂ. ഇനി അവിടെ ഒന്ന് രണ്ട് സുന്നത്ത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാൾ മഗ്രിബ് വാങ്ക് കൊടുത്തു. മഗ്രിബ് വാങ്ക് കൊടുത്താൽ നമ്മൾ നോമ്പ് തുറക്കും. നോമ്പ് തുറന്ന ഉടനെ തന്നെ അടുത്ത ദിവസത്തേക്കുള്ള നിയ്യത്ത് ചെയ്യാം. ഞാൻ നാളെ നോമ്പ് വെൽക്കാൻ കരുതി, നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല എന്ന് പറയുക. അത് സുന്നത്താ. നിയ്യത്ത് രാത്രിയിലാവല് നിർബന്ധമാണ്, എങ്കിലും നോമ്പ് തുറന്ന ഉടനെ നിയ്യത്ത് ചെയ്യുക. അത് സുന്നത്താ. ഇനി അത്തായം കഴിച്ചിട്ട് ആ നിയ്യത്തിന് ഒന്നുകൂടി പറയുക, അതും സുന്നത്താണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഒരാള് നിയ്യത്ത് ചെയ്തു, ഒരാള് മഗ്രിബിന് എന്ത് ചെയ്തു? നിയ്യത്ത് ചെയ്തു. പിന്നെ രാത്രി തറാവീഹൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് അദ്ദേഹം കരുതി, ഞാൻ നാളെ നോമ്പ് വെൽക്കുന്നില്ല, ഞാൻ നാളെ നോമ്പ് വെൽക്കുന്നില്ല എന്ന് കരുതി. നിയ്യത്ത് നേരത്തെ ചെയ്തിട്ടുണ്ട്, ഞാൻ നാളെ നോമ്പ് വെൽക്കുന്നില്ല എന്ന് കരുതുകയും ചെയ്തു. എന്നാൽ സുബ്ഹിയുടെ മുമ്പ് നിയ്യത്ത് ആവർത്തിക്കൽ, നിയ്യത്ത് മടക്കൽ നിർബന്ധമാണ്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ കാമിലായ നിലക്ക് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പിന്നെ നിയ്യത്തിന്റെ രൂപം നമ്മൾ നേരത്തെ പറഞ്ഞു. റമളാൻ മാസത്തിലെ നിയ്യത്തിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് നവൈതു സൗമ റമളാന, നവൈതു ഞാൻ കരുതി, സൗമ റമളാന റമളാൻ മാസത്തിലെ നോമ്പ് ഞാൻ കരുതി. അതാണ് ഏറ്റവും ചുരുങ്ങിയ നിയ്യത്ത്. പരിപൂർണമായത് നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഇവിടെ ഹൃദയത്തിലാണ് നിയ്യത്ത് വേണ്ടത്. ആ സമയത്ത് നാവ് കൊണ്ട് പറയൽ അത് സുന്നത്താണ്. ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നവൈതു, ഞാൻ അതിന്റെ അർത്ഥം ഒന്ന് പറയട്ടോ. നവൈതു ഞാൻ കരുതി, സൗമഗദിൻ നാളത്തെ നോമ്പിന്, അൻ അദാഇ അദാ ആയ, ഫർളി റമളാനി റമളാൻ മാസത്തിലെ ഫർളായ, ഹാദിഹി സനതി ഈ വർഷത്തിലെ, ലില്ലാഹി തആല അല്ലാഹു തആലാക്ക് വേണ്ടി. സാധാരണ നിയ്യത്ത് വെക്കുമ്പോൾ അതിന്റെ ഒരു തർത്തീബിൽ ക്രമത്തിലാണ് വെക്കലുള്ളത്. നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഇതിൽ നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന്, അല്ലെങ്കിൽ ഉമ്മമാരാകുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ നിയ്യത്ത് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാ നിയ്യത്ത് ചെയ്യുക? നാളത്തെ നോമ്പിന്. അപ്പൊ ചില ആളുകൾക്കുള്ള ഒരു സംശയമാണ്, നമ്മൾ സുബിഹിക്ക് അല്ലെങ്കിൽ സുബീന്റെ മുമ്പ് എഴുന്നേറ്റ് അത്തായം കഴിച്ചു, അത്തായം കഴിച്ചാരാ നിയ്യത്ത് ചെയ്യുന്നത്, അപ്പോഴാണെങ്കിലും നാളത്തെ നോമ്പ് എന്ന് തന്നെയാണോ നിയ്യത്ത് ചെയ്യേണ്ടത്? ഒരു സംശയമാണത്. നാളെ എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം എന്നല്ലേ. അപ്പൊ രാവിലെ നമ്മള് തഹജ്ജുദിന് നേരത്തെ എഴുന്നേറ്റു, പിന്നെ അത്തായം കഴിച്ചു, നോക്കുമ്പോ ഇത് തിങ്കളാഴ്ച തന്നെയല്ലേ, പിന്നെ നാളെ എന്ന് വെക്കാനുണ്ടോ എന്ന് ചിലരൊക്കെ ഒരു ഇഷ്കാല്, സംശയം ചോദിക്കാറുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൗമഗദിൻ നാളത്തെ നോമ്പ് എന്നതുകൊണ്ട് ഇവിടെയുള്ള ഉദ്ദേശം അടുത്ത പകൽ, ഇനി വരാനിരിക്കുന്ന പകൽ ഞാൻ നോമ്പ് അനുഷ്ഠിക്കാൻ കരുതി.
മഗ്രിബിന് നിയ്യത്ത് ചെയ്യുകയാണെങ്കിലും അത്തായം കഴിച്ച് സുബഹിന്റെ തൊട്ട് മുമ്പായി നിയ്യത്ത് ചെയ്യുമ്പോഴും തറാവീഹിന് ശേഷം നിയ്യത്ത് ചെയ്യുകയാണെങ്കിലും ഏത് സമയത്ത് നിയ്യത്ത് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാ നിയ്യത്ത് ചെയ്യേണ്ടത്. നവൈതു സൗമ ഗദിൻ, നാളത്തെ നോമ്പ് അഥവാ അടുത്ത പകൽ ഞാൻ നോമ്പ് വിൽക്കുക. അടുത്ത പകൽ എന്നാണ് ഇവിടെ ഉദ്ദേശം. അത് നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്.